ഹായ് ഓൾ, വെൽക്കം ടു ബിഫോർ ട്രേഡ് മലയാളം യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഒരു ബിഗിനേഴ്സ് ഗൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബിഗിനറിന് മാർക്കറ്റിനെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു ബിഗിനറിന് തുടക്കം തൊട്ട് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്നും തുടങ്ങി മേളിലേക്ക് ഓപ്ഷൻസിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള ഒരു ജേർണി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എഞ്ചിനീയറിന് 4 വർഷത്തെ പഠനം വേണം ആ ഒരാൾക്ക് ഒരു എഞ്ചിനീയർ ആകണമെങ്കിൽ. അതുപോലെ ഒരു ഡോക്ടറിന് 5-6 വർഷത്തെ കഠിനാധ്വാനം വേണ്ടി വരും ഒരു ഡോക്ടർ ആവാൻ. അതേപോലെ തന്നെ ഒരു ട്രേഡർ, നല്ലൊരു ട്രേഡർ ആകണമെങ്കിൽ ഒരുപാട് നാളത്തെ പഠനം വളരെ അനിവാര്യമാണ്. സോ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പഠിക്കുന്നുമുണ്ട്. സോ പഠിക്കുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു ഈഗോയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ എത്ര നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് തീർച്ചയായും അറിവുണ്ടായിരിക്കും. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, പഠിക്കുക, അങ്ങനെ നല്ല ട്രേഡർ ആകുക, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഒന്നിച്ച് പഠിച്ച് തുടങ്ങാം. സോ എൻ്റെ ആദ്യത്തെ ടോപ്പിക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം, മാർക്കറ്റിൻ്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് തന്നെ സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലേക്കും റെസിസ്റ്റൻസിൽ നിന്ന് സപ്പോർട്ടിലേക്കുമാണ്. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന നീക്കങ്ങളിൽ നമ്മൾ അനുമാനിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ആകുന്നു. അത് നമ്മൾ വിചാരിച്ച പോലെ പോയാൽ നമുക്കതിൽ നിന്ന് ലാഭം കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് കണ്ടന്റ് ആണ്. ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കാം. സോ 3 കണ്ടന്റാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, എന്താണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും എത്ര തരം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തേത് വെൻ ഡു ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ഹാപ്പൻസ്. ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും ഉണ്ടെന്നിരിക്കെ അതിനെ എപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ എപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് സപ്പോർട്ട്. എന്താണ് സപ്പോർട്ട്? സപ്പോർട്ട് ഈസ് എ ലെവൽ ഓർ സോൺ refers to a price level that an asset does not fall below for a period of time. അതായത് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു സോൺ ആകാം. അത് എന്തിനെ റെഫർ ചെയ്യുന്നു? ഒരു പ്രൈസ് ലെവലിനെ, ഒരു അസറ്റിന്റെ പ്രൈസ് ലെവലിനെ റെഫർ ചെയ്യുന്നു. ആ പ്രൈസ് ലെവൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ലെവൽ വിട്ട് താഴേക്ക് പോവാതെ അവിടെ വന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയും. അവിടെ വന്ന് നിന്ന് സപ്പോർട്ട് എടുക്കുന്നതിനെയാണ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ബയ്യേഴ്സ് ആർ ക്രിയേറ്റേഴ്സ്. ബയ്യേഴ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. മാർക്കറ്റ് ഇവിടുന്ന് മേളിലേക്ക് പോകുന്നു, തിരിച്ച് താഴേക്ക് വന്നു, വീണ്ടും മേളിലേക്ക് പോയി, താഴേക്ക് വന്നു. ഈ ബ്രേക്ക് ഔട്ട് സംഭവിച്ചടുത്ത് തന്നെ മാർക്കറ്റ് വീണ്ടും വന്നു. അവിടുന്ന് മാർക്കറ്റിനെ താഴേക്ക് പോകാൻ പറ്റിയില്ല. അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോയി. തിരിച്ച് വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ വന്നു. അവിടുന്ന് വീണ്ടും ബയ്യേഴ്സ് ആക്റ്റീവായി, അവർ ബൈ ചെയ്ത് മാർക്കറ്റിനെ വീണ്ടും മേളിലേക്ക് കൊണ്ടുപോയി. മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോയി. എപ്പോഴൊക്കെ ഈ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരുമോ ബയ്യേഴ്സ് ഇൻട്രസ്റ്റഡ് ആവും, ബയ്യേഴ്സ് വാങ്ങാൻ റെഡി ആവും. അപ്പം ബയ്യേഴ്സ് വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റ് മേളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ലെവലിനെ നമുക്കൊരു സപ്പോർട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ലെവലാണ് സപ്പോർട്ട്. മാർക്കറ്റ് എങ്ങോട്ട് വേണേലും നീങ്ങുന്ന ഒരു മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്നു എന്ന് കണ്ടാൽ ആ ഒരു ലെവലാണ് സപ്പോർട്ട്. അപ്പോൾ ഇതാണ് സപ്പോർട്ട്. നെക്സ്റ്റ് നമുക്ക് വാട്ട് ഈസ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഈസ് എ ലെവൽ ഓർ സോൺ റെഫേഴ്സ് ടു എ പ്രൈസ് ലെവൽ ദാറ്റ് ആൻ അസറ്റ് മീറ്റ്സ് പ്രഷർ ഓൺ ഇറ്റ്സ് വേ അപ്പ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. സെല്ലേഴ്സ് ആർ ക്രിയേറ്റേഴ്സ്. അതായത് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ പ്രൈസ് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ അതിനൊരു പ്രഷർ ഫീൽ ചെയ്തിട്ട് അതിന് വീണ്ടും അതിൻ്റെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് താഴേക്ക് പോവുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ നിന്നാണോ റിവേഴ്സൽ ആയത് ആ ഒരു ഏരിയനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. സെല്ലേഴ്സ് ആണ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബയ്യേഴ്സ് ബൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു മാർക്കറ്റിനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ ഒന്നെങ്കിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ സെല്ലേഴ്സ് വന്നിട്ട് ആ മാർക്കറ്റിനെ അവർക്ക് പുഷ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. അപ്പോഴാണ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആകുന്നതും മാർക്കറ്റ് താഴേക്ക് ഫോൾ ആകുന്നതും. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്ന് ഫസ്റ്റ് ടൈം ഇവിടുന്ന് ഒരു പ്രഷർ ഫീൽ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു.
വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി, അവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് എത്തും തോറും മാർക്കറ്റിനെ താഴേക്ക് പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ലെവൽ, ഈ മാർക്കറ്റ് റിവേഴ്സലായ ഈ ഒരു ലെവലിനെ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഫ്ലിപ്പിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് ഫ്ലിപ്പിംഗ് കോൺസെപ്റ്റ്? ദീസ് പ്രൈസ് ലെവൽസ് കോൺസ്റ്റന്റ്ലി സ്വിച്ച് ദെയർ റോൾസ് ഫ്രം സപ്പോർട്ട് ടു റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ടു സപ്പോർട്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു സപ്പോർട്ടും ഈ റെസിസ്റ്റൻസും ഉണ്ടല്ലോ, ഇത് അതിന്റെ പൊസിഷൻ ഫ്ലിപ്പ് ചെയ്യും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം മാർക്കറ്റ് വന്നു, മേളിലേക്ക് പോയി, തിരിച്ച് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. അപ്പം ആ ഒരു സപ്പോർട്ടിൽ തന്നെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും ബൗൺസ് ചെയ്ത്, അതിനുശേഷം മാർക്കറ്റ് വൺസ് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നാൽ വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സപ്പോർട്ടായ ആ ഒരു പ്ലേസ് പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഓൾറെഡി ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു, അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പം സപ്പോർട്ട് എന്ത് ചെയ്യും? അത് നേരെ റെസിസ്റ്റൻസ് ആവും. തിരിച്ച് മാർക്കറ്റ് വീണ്ടും രണ്ടാമത് വരുമ്പോൾ മാർക്കറ്റ് അവിടെ വന്ന് ടച്ച് ചെയ്താൽ അവിടുന്ന് മേളിലേക്ക് പോകാനല്ല ചാൻസ് കൂടുതൽ അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടായി മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ താഴേക്ക് വരാനായിരിക്കും ചാൻസ്. അപ്പം ഇതാണ് ഫ്ലിപ്പിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വൺസ് ബ്രേക്സ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. അപ്പം ഒരിക്കൽ വന്ന് ബ്രേക്ക് ആയാൽ ഈ സപ്പോർട്ട് എന്നുള്ളത് നേരെ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ വന്നു, അവിടുന്ന് താഴേക്ക് വന്നു, വീണ്ടും കന്നപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഒരു ഫോർമേഷൻ ഉണ്ടായി. അപ്പോൾ മാർക്കറ്റിന് ഈ ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. നെക്സ്റ്റ് ടൈം മാർക്കറ്റ് എന്ത് സംഭവിച്ചു? വീണ്ടും അവിടേക്ക് വന്നപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തു. സോ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ് എന്തായി? അത് നേരെ സപ്പോർട്ടായി മാറി. മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോയി തിരിച്ച് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുന്ന് സപ്പോർട്ട് എടുത്തു. കാര്യം എന്താ? അതൊരു മാർക്കറ്റിലെ റെസിസ്റ്റൻസ് ആയ ഒരു സ്ഥലമായിരുന്നു, പക്ഷേ അത് വീണ്ടും വന്നപ്പോൾ മാർക്കറ്റിന് അത് സപ്പോർട്ടായി. സോ അത് മാർക്കറ്റ് വീണ്ടും അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് ഒരു റീടെസ്റ്റ് വന്നിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡിലേക്ക് പോയി. അപ്പം ഇതാണ് ഫ്ലിപ്പിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സോൺ ബെറ്റർ ദാൻ ലൈൻസ്. അതായത് മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ ഒരു സോണായിട്ട് വരയ്ക്കണോ അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് മാത്രം വരച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമുക്ക് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സോൺ ലൈനിനേക്കാൾ ബെറ്റർ ആണ് എന്ന് പറയാനുള്ളൊരു റീസൺ അത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രൈസ് അണ്ടർഷൂട്ട്, രണ്ടാമത് പ്രൈസ് ഓവർഷൂട്ട്. ഇനി നോക്കാം എന്താണ് പ്രൈസ് അണ്ടർഷൂട്ടും ഓവർഷൂട്ടും. പ്രൈസിന്റെ അണ്ടർഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്, മാർക്കറ്റ് ഇവിടുന്ന് നേരെ ആ റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തി, നെക്സ്റ്റ് താഴേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നാൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാം എന്ന് അനുമാനിച്ച് നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് എന്ത് സംഭവിക്കും? അവിടെ വരെ വരില്ല, അതിന്റെ തൊട്ടടുത്തു നിന്ന് തന്നെ മാർക്കറ്റ് നേരെ റിവേഴ്സലാവും. വെൻ വി വെയിറ്റ് ഫോർ ടച്ച് ദ റെസിസ്റ്റൻസ് ലൈൻ ഇറ്റ് മേ നോട്ട് ടച്ച് എക്സാക്ട് ലൈൻ ആൻഡ് ഗെറ്റ് റിവേഴ്സ്ഡ്. അതായത് മാർക്കറ്റ് ഇവിടേക്ക് വന്നു, നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്, പക്ഷേ മാർക്കറ്റ് എന്ത് സംഭവിക്കും? നേരെ ആ ലൈനിലേക്ക് വരില്ല, ലൈനിൽ എക്സാക്ട് വന്ന് ടച്ച് ചെയ്യാതെ തന്നെ അതിന് മുമ്പേ വലിയൊരു മൂവ്മെന്റ് താഴേക്ക് പോകും. അപ്പം നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ഇവിടെ ഒരു വലിയൊരു ട്രേഡ് മിസ്സായി. നമുക്കറിയാം മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്, നമ്മൾ ട്രേഡ് എടുക്കാൻ റെഡി ആയിരുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് മാർക്കറ്റ് വന്നില്ല. നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡർ ആണെങ്കിൽ, ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ഒരു ലെവൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കും. അല്ലാതെ ഫോമോ ബാധിച്ച് നമ്മൾ അതിന് മുമ്പേ ഇവിടുന്നൊക്കെ പോയി മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്നൊക്കെ പോയി ഞാൻ ഷോർട്ട് ചെയ്യാം, കാര്യം ഇവിടെ എത്തിയാൽ മാർക്കറ്റ് തിരിയുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് എവിടെ നിന്നാണോ തിരിയുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് അവിടെ എത്തിയിട്ട് ട്രേഡ് എടുത്താൽ മതി. പക്ഷേ ഈ സിറ്റുവേഷനിൽ അണ്ടർഷൂട്ട് ആകുന്ന സമയങ്ങളിൽ മാർക്കറ്റ് മേളിലേക്ക് പോവാതെ അതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് താഴേക്ക് പോവാം. അതേപോലെ തന്നെ ഓവർഷൂട്ട്. വെൻ വി വെയിറ്റ് ഫോർ ടച്ച് ദ സപ്പോർട്ട് ലൈൻ ഇറ്റ് മേ ബ്രേക്ക് ദ ലൈൻ ബട്ട് ഗെറ്റ് റിവേഴ്സ്ഡ്. അതായത് മാർക്കറ്റിൽ അപ്സൈഡിൽ നിന്ന് വന്നു, നേരെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, നെക്സ്റ്റ് ടൈം വീണ്ടും സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മേളിലേക്ക് പോകാനാണ് ചാൻസ്. സോ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾ സപ്പോർട്ടിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റ് വന്നു, സപ്പോർട്ടിലേക്ക് ടച്ച് ചെയ്തു, നമ്മളൊരു എൻട്രി എടുത്തു, പക്ഷേ മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ആ സപ്പോർട്ടിനെ താഴേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തു. അപ്പം SL വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണ് നമ്മളെങ്കിൽ നമ്മുടെ SL അവിടെ ഹിറ്റായി. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു? അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മേളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നു. സോ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ, നിങ്ങൾ ഒരു എൻട്രി എടുത്തു, പക്ഷെ നിങ്ങളുടെ SL ഹിറ്റായിട്ട് മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോയിന്ന്,
പലപ്പോഴും തോന്നാറില്ലേ, പലപ്പോഴും നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾക്ക് സംഭവിക്കാറില്ലേ? എനിക്കും സംഭവിക്കാറുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓവർ ഷൂട്ടാണ് കാര്യം. അതായത് മാർക്കറ്റ് നമ്മൾ വരയ്ക്കുന്ന പോലെ നമ്മളൊരു ലൈൻ വരച്ചിട്ട് മാർക്കറ്റ് ആ ലൈനിൽ വരണം എന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് എവിടെ തിരിയുന്നു അവിടെ നമ്മുടെ ലൈൻ വന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. സോ ഇതാണ് ഓവർ ഷൂട്ട്. പ്രൈസ് ജസ്റ്റ് താഴേക്കൊന്ന് ബ്രേക്ക് ഔട്ട് കാണിക്കും, പക്ഷേ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയാം ഇവിടെ. അവിടുന്ന് മാർക്കറ്റ് ഫേക്ക് ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് മാർക്കറ്റ് അവിടെ ലൈനിൽ വരണമെന്ന് പറയുന്നത് വാശി പിടിക്കുന്നത് പോലെയാണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. സോ നമുക്കിതൊരു സോണായിട്ട് മാർക്ക് ചെയ്താൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. സോ സോണാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ഹൗ ടു ഡ്രോ സോൺസ്. എങ്ങനെ നമുക്ക് സോണുകൾ ഡ്രോ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അണ്ടർ ഷൂട്ട് ഓവർ ഷൂട്ട് എന്ന് പറയുന്ന ഈ പ്രോബ്ലംസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലൈനിന് പകരം അവിടെ ഒരു സോണായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് നമ്മുടെ സോണിലേക്ക് എത്തുകയും റിവേഴ്സിലാവുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എൻട്രി മിസ്സാവുന്നില്ല. സോ നമുക്ക് സോണായിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു പരിധി വരെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. സോ സോണായിട്ട് നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാം നോക്കാം. സ്വിച്ച് ടു ലൈൻ ചാർട്ട് ആൻഡ് മാർക്ക് ദ റിജക്ഷൻസ്. അതായത് HDFC ബാങ്കിലാണ് നിൽക്കുന്നത്. നമ്മൾ HDFC ബാങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ചാർട്ടിൽ ക്യാൻഡിലും ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാടുണ്ട്. ലൈനുണ്ട്, സ്റ്റെപ്പ് ലൈൻ ഉണ്ട്, ഏരിയ ഉണ്ട്, ഹെയ്ക്കനാഷി ഉണ്ട്, റെങ്കോ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ക്യാൻഡിലിൻ്റെ ടൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ ലൈൻ ചാർട്ടിലേക്ക് മാറ്റുക. ശേഷം മാർക്ക് ദ റിജക്ഷൻസ്. നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തേക്കുന്ന റിജക്ഷൻ വന്ന ഏരിയകളുണ്ടല്ലോ, അതായത് എക്സാമ്പിൾ പറയാനായിട്ട് ഇവിടെ മാർക്കറ്റ് തിരിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വന്നു മാർക്കറ്റ് വീണ്ടും, അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് എടുക്കുന്ന സോണുകൾ, അതായത് റിവേഴ്സലായിട്ടുള്ള സോണുകൾ, അത് ഇപ്പം എല്ലായിടത്തും പോയി ഇപ്പോൾ ഇവിടെ തിരിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ അതായത് എല്ലായിടത്തും പോയൊന്നും നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ മോസ്റ്റ് നമ്പർ ഓഫ് ടച്ചസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് കാണാം. ഒരു സപ്പോർട്ട്, അതായത് റെസിസ്റ്റൻസ് ആയിരുന്നു മാർക്കറ്റിൽ, അതിനെ അത് സപ്പോർട്ടാക്കി വീണ്ടും തിരിച്ച് മേളിലേക്ക് കയറി വീണ്ടും വന്നു, വീണ്ടും സപ്പോർട്ട് എടുത്ത് പോയി. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ലൈൻ ചാർട്ടിലേക്ക് വരുന്നു. ആ ലൈൻ ചാർട്ട് ആക്കിയതിന് ശേഷം റിജക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ സ്വിച്ച് ടു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്, അഡ്ജസ്റ്റ് ദ ഹൈ ആൻഡ് ലോ ഓഫ് ദ ക്യാൻഡിൽ ആൻഡ് മാർക്ക് ദ സോൺ. ഞാനത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇതിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിന് ഇവിടെ ഒരു വെറുതെ ജസ്റ്റ് എക്സാമ്പിൾ നമ്മളിവിടെ ലൈൻ വരച്ചു എന്ന് കരുതുക. അതിനുശേഷം നമ്മൾ വീണ്ടും ക്യാൻഡിലേക്ക് മാറ്റുന്നു. ഇതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈൻ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഈ ക്യാൻഡിലുകളുടെ ലോയും ഹൈയും വെച്ചിട്ട് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സോണായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് കാര്യം. സോ ഒരു ലൈവ് എക്സാമ്പിൾ അത് കാണിച്ചു തരാം. സോ സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ സോണുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാനിവിടെ HDFC ബാങ്കിൻ്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. 1 ഡേ ടൈം ഫ്രെയിമാണ്. നമ്മളൊരു ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വരയ്ക്കാം എന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു ടൈം പീരീഡ് എടുക്കാം. നമുക്കൊരു ഇപ്പോൾ 2024, നമുക്കൊരു 2020 തൊട്ട് ഉള്ള ഒരു ടൈം പീരീഡ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 2020 തൊട്ട് 2023 മുമ്പ് വരെ, ഇപ്പോൾ 22 ഡിസംബർ ഇവിടെ വരെയുള്ള ഒരു മാർക്കറ്റിലുണ്ടായ സപ്പോർട്ടും റെസിസ്റ്റൻസുകൾ നമുക്ക് ഈ ഒരു സോണിനുള്ളിൽ നടന്നിട്ടുള്ളതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സോ ഞാൻ ഇതിൻ്റെ കളർ കുറച്ചൊന്ന് ലോ ആക്കാം. സോ ഇതിലാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ പോകുന്നത്. അതിനുശേഷം ഇത് ഫ്യൂച്ചറിൽ, അതായത് ഈ 23-24 ഇയറിലൊക്കെ അതെങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിനാദ്യം ഞാൻ ചെയ്യുന്നത് ലൈൻ ചാർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് എവിടെയൊക്കെ ഉണ്ടെന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് സപ്പോർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ് നമ്പർ ഓഫ് ടച്ചസ് വരുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ എല്ലാം വന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഇവിടെ എല്ലാം നല്ല റിജക്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് മാർക്കറ്റിന് സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ മോസ്റ്റ് നമ്പർ ഓഫ് ടച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാൻ നോക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ നമുക്കൊരു ടച്ച് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ടച്ച് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഓൾമോസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതൊരു സപ്പോർട്ട് ലൈനായിട്ട് എടുക്കാം. അതേപോലെ അപ്സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്.
ഈ 2 ടച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പ് സൈഡിലും ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പോലെ വന്നിട്ടുണ്ട്. സോ ഇത് വളരെ പവർഫുൾ ആണ്, ഈ ഡബിൾ ടോപ്പ് വന്നിരിക്കുന്ന സ്ഥലം. സോ നമുക്കത് രണ്ടും മാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ ക്യാൻഡിൽ ചാർട്ടിലേക്ക് വരിക. ക്യാൻഡിൽ ചാർട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ആദ്യം സപ്പോർട്ട് വരച്ചതിന് നമുക്കൊരു സോൺ വരയ്ക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് ഇവിടെ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ എന്നൊരു ടൂളുണ്ട്. സോ ഞാൻ ആ ടൂൾ എടുത്തു. എന്നിട്ട് ഇവിടെയാണല്ലോ നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഞാനിത് ഡ്രാഗ് ചെയ്തിട്ട് മേളിലേക്ക് താഴെ നോക്കുക. ഇതാണ് ഈ സോൺ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു സൈഡിൽ കൊടുക്കുന്ന അതേ മെഷർമെൻറ്റ് നമുക്ക് അപ്പ് സൈഡിലും കിട്ടും. അതാണ് ഈ ഒരു ടൂളിൻ്റെ ഗുണം. സോ ഇവിടെ ഞാൻ നോക്കുന്ന സപ്പോർട്ടിൽ ഏറ്റവും ലോയസ്റ്റ് വിക്ക് വന്നിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് ലോവസ്റ്റ് വിക്ക് വന്നിരിക്കുന്നത്. സോ ഞാൻ അവിടേക്ക് വരച്ചു. അപ്പോൾ നമുക്കിതൊരു സപ്പോർട്ട് സോൺ നമുക്കിപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്. അതേപോലെ നമുക്കിനി റെസിൻ സോൺ നോക്കാം. റെസിൻ സോണിന് ഞാൻ ഇതുപോലെ റൊട്ടേറ്റ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഞാൻ അപ്പ് സൈഡിലേക്കുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ ഞാൻ ഈ അപ്പ് സൈഡിലേക്കുള്ളതിനെ കൊടുത്തിട്ട് അതിൻ്റെ ലോവസ്റ്റ് ഹൈ വന്നിരിക്കുന്ന പോയിന്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ലോവസ്റ്റ് ഹൈ വന്നിരിക്കുന്നത്. സോ ഞാനത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ താഴത്തെ ഈ ലൈനിൽ വരയ്ക്കണോ വേണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഹൈ വന്നിരിക്കുന്നത്, ഇവിടെ. പക്ഷേ നമുക്കിത് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ ചെറുതാണ്. ഏകദേശം എത്ര പോയിന്റ് ഉണ്ടാവും? ഒരു 10 പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഒഴിവാക്കിയിട്ട് റെസിൻസ് തൊട്ട് മേളിൽ വലിയൊരു റെസിൻസ് ഉണ്ടല്ലോ, നമുക്കത് മാത്രമായിട്ട് അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളൊരു മേജർ റെസിൻസും സപ്പോർട്ടും ആണല്ലോ നമ്മൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇതിന് ഞാനൊരു ഗ്രീൻ കളറും റെഡിന് ഞാൻ റെസിൻസും ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് മാർക്കറ്റിൽ ഇപ്പം ഇതുവരെ ഈ ഒരു 2 വർഷം കാലയളവിലുണ്ടായ മേജർ സപ്പോർട്ടും മേജർ റെസിൻസും. നമുക്കിനി ഇതിനെ ഫ്രണ്ടിലേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് 2023-24 നമുക്ക് ഇതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ സപ്പോർട്ടിനെ റെസിൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വന്നു. അവിടെ എല്ലാം കൺസോൾട്ടേഷൻ ആണ്. കാര്യം ഇതിനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിൻസ് ആണ് മേളിലുള്ളത്. സോ അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലാണിത്. അതിനുശേഷം മാർക്കറ്റിലൊരു മാനിപ്പുലേഷൻ നടന്നതാണ് മേളിലേക്ക് കാണുന്ന ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് ഫോൾ ആയിട്ടുണ്ട്. എത്ര ഫോൾ ആയിട്ടുണ്ട്? ഏകദേശം ഒരു 5% മാർക്കറ്റ് അവിടെ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. അതിനുശേഷം എല്ലാം മാർക്കറ്റ് അവിടെ വന്നു. ഇവിടെ വീണ്ടും നമ്മുടെ 2024 ജാനുവരിയിൽ വീണ്ടും ഒന്ന് അപ്സൈഡിലേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും ആ സെയിം റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരികയാണ് ചെയ്തത്. ഇതൊക്കെ ഒരു നല്ലൊരു ഇൻഡിക്കേഷനാണ്. ഈ ഒരു പൊസിഷനിലായിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് HDFC ബാങ്കിനെ ഷോർട്ട് ചെയ്യണമെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ മാത്രം മതി നമുക്ക് ഇതിനെ ഷോർട്ട് ചെയ്യാൻ. അതേപോലെ നമുക്ക് സപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അവിടെ വരച്ച സപ്പോർട്ട് മാർക്കറ്റിൽ ഈ വർഷം ഫെബ്രുവരി തൊട്ട് നല്ല രീതിക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. അപ്പം ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ സോണുകളായിട്ട് നമുക്ക് വരച്ചാലുള്ള ഒരു ഗുണം. പിന്നെ ഇതിൽ ഇടയിലുണ്ടാകുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ഈ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ നിന്നാണല്ലോ നമുക്ക് സപ്പോർട്ട് കിട്ടിയത്. ഇവിടെ വരെ എത്തിയപ്പോഴാണ്, ഇതിനു മുമ്പേ നമുക്ക് ഈ ഒരു സോൺ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. പക്ഷേ താഴേക്ക് പോയിട്ടില്ല. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോകണമെന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് പോയിട്ടില്ല. മാർക്കറ്റ് ഈ ഒരു ചെറിയ ഉള്ളിൽ തന്നെ നിന്ന്. അതിൻ്റെ റീസൺ അതിനും തൊട്ട് മുമ്പിൽ മാർക്കറ്റിൽ ഇവിടെയൊക്കെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തത്. അത് നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വീണ്ടും ലൈൻ ചാർട്ടിൽ പോകുന്നു. ഈ മാർക്കറ്റ് ഇവിടുന്ന് ഇനി പോയാൽ എവിടെ വരെ പോകും എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ ഇവിടെയും നോക്കുന്നു. ഇവിടെ മാർക്കറ്റിൽ ഒരു മോസ്റ്റ് നമ്പർ ഓഫ് ടച്ചസ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്ക് ഏകദേശം ഇവിടെ ഒരു ടച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു ടച്ച് വന്നിട്ടുണ്ട്. 2 ടച്ച് വന്നിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് റീടെസ്റ്റ് പോലെ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഓവർഷൂട്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഓവർഷൂട്ടും അണ്ടർഷൂട്ടും മുമ്പേ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ വീണ്ടും ക്യാൻഡിൽ ചാർട്ട് എടുക്കുന്നു, റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ. അതിനുശേഷം നമ്മളത് വരയ്ക്കുന്നു. അതിൻ്റെ ലോവസ്റ്റ് ഹൈ ഇവിടെയാണ് നമുക്ക് ലോവസ്റ്റ് ഹൈ ഇട്ടിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് വരച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. അവിടെയാണോ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നോക്കാം. എക്സാക്ട്ലി മാർക്കറ്റ് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത മാർക്കറ്റിനെ വീണ്ടും ഒരു സപ്പോർട്ട് ഇവിടെ വന്ന് സോണിലേക്കാണ് മാർക്കറ്റ് വന്നത്. സോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സപ്പോർട്ട് ടു റെസിസ്റ്റൻസ് സപ്പോർട്ട് അതിലേക്കാണ് മൂവ് ചെയ്യുന്നത്.
സോ നമുക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റും HDFC ബാങ്കിൽ ഇനി ഉള്ള സപ്പോർട്ട്, മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഇനിയുള്ളൊരു നീക്കം ഫ്രണ്ടിലേക്ക് ഉണ്ടാകുക. ഇത് ബ്രേക്ക് ചെയ്താൽ, അതായത് 1725-26 എന്ന് പറയുന്ന ഒരു സോണ് ഒരു ഡേ ക്യാൻഡലിൽ നല്ല വോളിയത്തോടുകൂടി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇനി അപ്പ് സൈഡിലേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വരണമെങ്കിലും 1768 എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെയുള്ള സപ്പോർട്ട് ലൈനും. അതുകൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനിടയിൽ മാർക്കറ്റ് കുറേ നാൾ ചെയ്ത പോലെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും എത്ര ടൈപ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. 3 ടൈപ്പ് ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതിൽ ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വരുന്നതാണ് നമ്മുടെ മൂവിങ് ആവറേജ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ. അത് ഫിബൊനാച്ചിയൊക്കെ ആ ഒരു ഡൈനാമിക് സപ്പോർട്ടിനകത്ത് വരുന്നതാണ്. സോ നമുക്കതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും. നമ്മൾ ഹൊറിസോണ്ടൽ ടൂൾ എടുത്ത് വരയ്ക്കുന്ന സോണുകൾ അല്ലെങ്കിൽ പ്രൈസിന്റെ ലെവലുകൾ. നിങ്ങൾ ലൈനാണ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ലൈന്, അതെല്ലാം നമുക്ക് ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലോട്ടാണ് വരുന്നത്, ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ അടുത്തതാണ് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് മൂവിങ് ആവറേജ്. നമ്മൾ പലതരം മൂവിങ് ആവറേജുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. നിങ്ങൾ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡിലുള്ള പ്രൈസുകളുടെ മൂവ് ചെയ്യുന്ന ആവറേജ്. ഇപ്പോൾ ക്ലോസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ പ്രൈസ് ക്ലോസ് ചെയ്യുന്ന പോയിന്റുകളുണ്ടല്ലോ, അതിൻ്റെ ആവറേജ് ആണ് ഒരു മൂവിങ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം മാർക്കറ്റ് ഈ ഒരു ലെവൽ, ഈ ഒരു ലൈനാണ് മൂവിങ് ആവറേജ്. ഇതിന്റെ മേളിലേക്ക് മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്കും അതിന്റെ താഴേക്കാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഡൗൺ സൈഡിലേക്കുമാണ് സാധാരണ ട്രേഡ് എടുക്കുന്നത്. ഇതൊരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. മൂവിങ് ആവറേജ് ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് എൻ്റെ പോയിന്റ്. സോ മൂവിങ് ആവറേജ് ക്യാൻ ആക്ട് ആസ് എ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ മാർക്കറ്റ്. 200 EMA ഈസ് മോസ്റ്റ് പവർഫുൾ. 200 EMA അതായത് 200 ദിവസത്തെ ക്ലോസുകളുടെ ഒരു ആവറേജ്, അതാണ് 200 EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഈ 200 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വരുമ്പോൾ അതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് വരുന്നു. ആ ഒരു 200 ആ ഒരു ഏതോ മൂവിങ് ആവറേജ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു മൂവിങ് ആവറേജിനെ വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് വീണ്ടും താഴേക്ക് വന്നു. ഈച്ച് ആൻഡ് എവറി ടൈം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് വരുമ്പോൾ വീണ്ടും അതിനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് ഫിബോനാച്ചി റിട്രേസ്മെന്റ്. അതായത് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫിബോനാച്ചി റിട്രേസ്മെന്റ് ഉപയോഗിക്കാം. ഫിബോനാച്ചി ലെവൽസിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ട്രേഡിങ്ങിൽ ഒരു 50% ട്രേഡ്സ് ഞാൻ ഫിബോനാച്ചി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫിബോനാച്ചി ലെവൽസ് ക്യാൻ ആക്ട് ആസ് ഗുഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. 38% ആൻഡ് 50% ആർ മോർ പവർഫുൾ. അതായത് മാർക്കറ്റ് ഒരു വൈഡായിട്ടൊന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ വരെ മൂവ് ചെയ്യുന്നു. സോ ഈ മൂവ് ചെയ്തിട്ട് ഇനി റീട്രേസ്മെന്റ് വരുമ്പോൾ അത് എവിടെ വരെ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് അതിന്റെ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഈ ഒരു ഫിബ് ടൂൾ ഉപയോഗിച്ചാൽ അത് ഒന്നെങ്കിൽ 0.5 അതായത് അല്ലെങ്കിൽ 50% എന്ന് പറയുന്ന ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുക്കാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ തിരിച്ച് ഡൗൺ സൈഡിലാണെങ്കിൽ 38% എന്ന് പറയുന്ന ഇടത്തും വന്ന് റെസിസ്റ്റൻസോ സപ്പോർട്ടോ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ട്രെൻഡ് ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് പോകുന്നൊരു മാർക്കറ്റിന്റെ താഴത്തെ ലോ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ താഴേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാം ആ അപ്പ് സൈഡ് എന്ന് പറയുന്ന ട്രെൻഡ് കഴിഞ്ഞു, ഇനി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരാം. അപ്പം നമുക്ക് അവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ തിരിച്ചും ഡൗൺ സൈഡിലേക്ക് വരുന്ന ഒരു മാർക്കറ്റിനെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊണ്ട്, ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്ലാൻഡിങ് ലൈനെ എപ്പോഴും മാർക്കറ്റ് വന്ന് സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ടും എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്തു, ഫൈനലി അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവ റെസിസ്റ്റൻസ് എടുത്തു,
തിരിച്ച് വീണ്ടും വന്നപ്പോൾ റെസിസ്റ്റൻസ് എടുത്തു, ഫൈനലി അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പം ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ട്രെൻഡ് ലൈനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോയും ചെയ്യുന്നുണ്ട്. കാര്യം ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ അതിനുശേഷം നമുക്ക് നോക്കാം വെൻ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ഹാപ്പൻസ്. ഇപ്പം നമുക്ക് കിട്ടി, സപ്പോർട്ടും റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്, സപ്പോർട്ടിനും റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യാനും അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസ് എപ്പോഴാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമുക്ക് നോക്കണം. അല്ലാതെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതെപ്പോൾ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ എപ്പോൾ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണമല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. സപ്പോർട്ട് ടെൻസ് ടു ബ്രേക്ക് ഇൻ എ ഡൗൺ ട്രെൻഡ്. അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് മനസ്സിലായി ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. അപ്പം ഒരു ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഉള്ളപ്പം ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് മേളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ട്രേഡ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ പ്രോബബിലിറ്റി കൂട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ റെസിസ്റ്റൻസ് ടെൻസ് ടു ബ്രേക്ക് ഇൻ എ അപ് ട്രെൻഡ്. അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് എപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലുള്ളപ്പോൾ. അതായത് അപ് ട്രെൻഡിലുള്ളൊരു മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ട്രേഡ് എടുത്ത് ബൈ എൻട്രി മാത്രം പരിഗണിച്ച് മേളിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് പ്രോബബിലിറ്റി കൂടുതൽ ഉണ്ടാകുന്നത്. തേർഡ് പോയിന്റ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബോത്ത് ടെൻസ് ടു ബ്രേക്ക് വെൻ ദർ ഇസ് എ ടൈറ്റ് റേഞ്ച്. അത് ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബോക്സ്, ഇപ്പോൾ ഡർവാസ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അതായത് മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ചിനുള്ളിൽ, നിഫ്റ്റി ഒരു 10, 20, 30 പോയിന്റിന്റെ റേഞ്ചിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സമയമുണ്ട്. അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ അത് ഐദർ അപ്പ് സൈഡും ആകാം ഡൗൺ സൈഡും ആകാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പറയാം ഡൗൺ ട്രെൻഡിലാണെങ്കിൽ സപ്പോർട്ട് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് പ്രോബബിലിറ്റി കൂടുതലും നമുക്ക് പറയാം. അതുപോലെ അപ് ട്രെൻഡിലാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകുമ്പോഴാണ് മാർക്കറ്റ് കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത്, പ്രോബബിലിറ്റി അവിടെ വിൻ ചെയ്യാനുള്ള കൂടുതലും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഇല്ല, സൈഡ് വേസ് ആണ്, പക്ഷെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, ആ ബ്രേക്ക് ഔട്ട് അപ്പ് സൈഡോ ഡൗൺ സൈഡോ ആവാം, പക്ഷേ അത് നല്ല മൂവ് ആയിരിക്കും. ഇനി അടുത്തത്, ദ മോർ മാർക്കറ്റ് ടെസ്റ്റ് എ ലെവൽ ദ വീക്കർ ഇറ്റ് ബിക്കം. അതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു സോണിൽ മാർക്കറ്റ് ഒരു വട്ടം വന്നു, 2 വട്ടം വന്നു, 3 വട്ടം വന്നു, 4ാമത്തെ വട്ടം വരുമ്പം അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടും. അതായത് ഇപ്പം കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഭിത്തി പൊളിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളൊരു ചുറ്റിയേക്ക് 1 വട്ടം തട്ടി, 2 വട്ടം തട്ടി, 3 വട്ടം തട്ടി, 4ാമത്തെ വട്ടം തട്ടുന്നത് ആദ്യത്തെ വട്ടം തട്ടുന്നത് പോലെ ആയിരിക്കത്തില്ലല്ലോ. 4ാമത്തെ വട്ടം അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ. നമ്മളൊരു സാധനം തന്നെ എന്തെങ്കിലും പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 അടിച്ചിട്ട് പൊട്ടിയില്ല, 2 അടിച്ച് പൊട്ടിയില്ല, 3ലും 4ലും ആ പൊട്ടാനുള്ള പ്രോബബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് കരുതി 3ാമത്തേതിലും 4ാമത്തേതിലും പൊട്ടണമെന്നില്ല. പക്ഷെ പ്രോബബിലിറ്റി അവിടെ കൂടി, ചിലപ്പോൾ 5ാമത്തേതിലായിരിക്കും പൊട്ടുന്നത്. പക്ഷെ പൊട്ടിയാൽ വിച്ച് മീൻസ് അതൊരു നല്ലൊരു ഇതായി, ഒരു ട്രേഡ് ആയി അവിടെ നമുക്ക്. പക്ഷെ അത് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരിക്കലും അത് ചെയ്യരുത്. 3ാമത്തെ അടിയിൽ പൊട്ടാം അല്ലെ 4ാമത്തെ അടിയിൽ പൊട്ടാൻ ആൻറ്റിസിപ്പേഷൻ അല്ല വേണ്ടത്, പൊട്ടി കഴിയുമ്പോഴാണ് അതിന് കൺഫർമേഷൻ ഉണ്ടാകുക. സോ നമുക്ക് ആ ഫസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രൈസ് ടെൻ ടു ബ്രേക്ക് സപ്പോർട്ട് ഇൻ എ ഡൗൺ ട്രെൻഡ്. ഇതൊരു സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടുന്ന് നേരെ പ്രൈസ് താഴേക്ക് വന്നു, മേളിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നു. ഇത് ബ്രേക്ക് ചെയ്തു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പം ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. നല്ല പ്രോബബിലിറ്റി ഗെയിം നമുക്ക് അവിടെ കളിക്കുകയും ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് എത്തി. സോ ഇവിടെ നമ്മൾ ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും എന്നോർത്തിട്ട് ഒരു ബൈ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രേഡിനെ ഫൈൻഡ് ചെയ്യാണ് വേണ്ടത്. അതേപോലെ തന്നെ മാർക്കറ്റ് അവിടുന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും റെസിസ്റ്റൻസിലേക്ക് ചെന്നു, വീണ്ടും സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു ഡൗൺ ട്രെൻഡിൽ. അതുപോലെ നേരെ തിരിച്ച് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡാണ്. ഒരു അപ് ട്രെൻഡ്, ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ട്രേഡ് പരിഗണിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിലേക്ക് വന്നിട്ട് സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റിനെ ബൈ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവണം. ഒരിക്കലും ഈ സപ്പോർട്ട് മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യും എന്ന് കരുതി അവിടെ സെല്ല് ചെയ്യാൻ നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മുടെ ഓപ്പർച്യൂണിറ്റി എവിടെ ആയിരിക്കണം? ഒന്നെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്യണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യണം.
മാർക്കറ്റ് നേരെ പോയി റെസിസ്റ്റൻസ് തട്ടി വീണ്ടും താഴെ സപ്പോർട്ടീവ് വന്നു. സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നു. എന്തിനാ താഴേക്ക് വരുന്നത്? നെക്സ്റ്റ് സപ്പോർട്ടിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അതേപോലെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ ഒരിക്കലും തിരിച്ചൊരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തു, ഒരു ക്യാൻഡിൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്ന് കരുതി നമ്മൾ ചെയ്യരുത്. പക്ഷെ അങ്ങനെ ചെയ്യാം, നമുക്ക് റിവേഴ്സ് ട്രേഡ് ചെയ്യാം. പക്ഷെ അതിന് കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. മാർക്കറ്റ് സപ്പോർട്ടിന്റെ താഴെ സസ്റ്റെയിൻ ആവണം, കുറച്ച് നേരം അവിടെ ട്രേഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് റിവേഴ്സൽ ആവുള്ളൂ. അതുപോലെ പ്രൈസ് ടെൻഡ് ടു ബ്രേക്ക് ആൻഡ് ചേഞ്ച് ഓഫ് മൂവിങ് പ്രൈസ് ടെൻഡ് ടു ബ്രേക്ക് ആൻഡ് ചാൻസ് ഓഫ് മൂവിങ് ബിഗ് വൈൽ ട്രേഡിങ് ഇൻ എ ടൈറ്റ് റേഞ്ച്. അതായത് ഒരു ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഡൗൺ സൈഡിലോട്ടാവും അല്ലെങ്കിൽ അപ്പ് സൈഡിലോട്ടാവും. അതിന്റെ പ്രയർ ട്രെൻഡ് എങ്ങോട്ടാണോ ആ സൈഡിലോട്ടായിരിക്കും ബ്രേക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് വളരെ ശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും. എപ്പോൾ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബ്രേക്ക് ഔട്ടുകൾ, അത് വളരെ വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. സോ മാർക്കറ്റ് ശ്രദ്ധിച്ചാൽ മതി. നിഫ്റ്റി 50-ൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്. 50 മിനിറ്റിന്റെ ചാർട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ച് ഉണ്ടാക്കുന്നത്. ചില സമയത്ത് ബ്രേക്ക് ഔട്ട് വരണമെന്നുമില്ല, പക്ഷെ വന്നാൽ നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ബിക്കം വീക്കർ ദ മോർ ടൈംസ് പ്രൈസ് ടെസ്റ്റ്. അതായത് ഇപ്പം മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു വട്ടം തട്ടി ബ്രേക്ക്ഔട്ട് ആയില്ല, വീണ്ടും തട്ടി ബ്രേക്ക്ഔട്ട് ആയില്ല, മൂന്നാമത് ശ്രമിച്ചു ആയില്ല, നാലാമത് അവിടെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ താഴേക്ക് വന്നു. പക്ഷെ 5th ടൈം മാർക്കറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് വന്നു. അപ്പം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ഒരുപാട് നേരം അവിടെ തന്നെ ടെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷെ ബ്രേക്ക് ആയിക്കോണമെന്നില്ല. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് സെല്ലേഴ്സ് ഇവിടെ എന്തുകൊണ്ടാണ് സെല്ലേഴ്സിന്റെ ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. സോ സെല്ലേഴ്സിന്റെ ആക്ടിവിറ്റിയിലാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. 4ാമത്തെ വട്ടവും സെല്ലേഴ്സ് അവർ മാനേജ് ചെയ്തു മാർക്കറ്റിന് താഴേക്ക് കൊണ്ട്. പക്ഷെ 5ാമത്തെ വട്ടം സെല്ലേഴ്സിന്റെ കൈ നിൽക്കാതെ ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്താൽ മാർക്കറ്റിനെ ബ്രേക്ക്ഔട്ട് സംഭവിച്ച് മാർക്കറ്റ് നല്ല രീതിക്ക് അപ്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് മാർക്കറ്റിൽ നമുക്ക് പറയാനുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൽ ചില കാര്യങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ വേണ്ടി വരും. അതായത് ട്രെൻഡ് ലൈന്, അതുപോലെ ഫിബൊനാച്ചി, ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിവസങ്ങളിൽ ഞാൻ അയക്കുന്നതാണ്. സോ ബിഗിനേഴ്സിന് ഈ വീഡിയോ എത്രത്തോളം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.